എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങാക്കോലും ചെമ്മീനൊക്കെ ഇട്ടുള്ള ചാറില്ലേ, ആ ചാറ് വെക്കാനായിട്ടാണ്. ഞാനിത് ഇന്നലെ തന്നെ എല്ലാം നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങാക്കോലിൻ്റെ തൊലിയും ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആവശ്യത്തിനുള്ള ഉള്ളിയും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ചക്കക്കുരു എന്നിട്ട് രണ്ടാക്കി മുറിച്ചെടുക്കുക, എന്നിട്ട് കഴുകിയിട്ട് ചട്ടിയിലോട്ട് ഇടുക. ചട്ടിയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മുരിങ്ങാക്കോൽ നന്നാക്കിയതായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങയാണ് വേണ്ടത്. നല്ല പച്ചമാങ്ങ, കാണുമ്പോൾ പച്ചമാങ്ങയായിട്ട് തോന്നുന്നില്ല, നല്ല പഴുത്ത ചെനച്ച മാങ്ങ പോലെ തോന്നും, പക്ഷെ നല്ല പുളിയാണ്. ചെനച്ച മാങ്ങയല്ല പച്ചമാങ്ങ ഇരുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് എരിവിന് പച്ചമുളക് മാത്രം ചേർക്കുന്നുള്ളേ. അപ്പോൾ പച്ചമുളക് ഒരു 5ഓ 6ഓ ഇങ്ങനെ നടുകെ പൊളിച്ചിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു കുഞ്ഞ് സവാള, ഏറ്റവും ചെറിയ സവാള മതി കേട്ടോ, ഒരുപാട് സവാള ഇടരുത്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ അരിഞ്ഞാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, ഒരു 4ഓ 5ഓ കുഞ്ഞുള്ളിയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. അരക്കാനായിട്ട് ഇടാറില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തേങ്ങയിൽ അരക്കുകയല്ല ചെയ്യുന്നത്, തേങ്ങാപ്പാലിലാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാലും 3-ാം പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. ആ തേങ്ങ അരക്കുമ്പോൾ ജീരകം ഇട്ടിട്ട് വേണം അരക്കാൻ. തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ അത് അടപ്പത്തോട്ട് വെച്ച് തിളച്ച് വരുമ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. നല്ല പച്ച ചെമ്മീനില്ലേ, ആ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെമ്മീനും കൂടി ഇട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ ആ 1-ാം പാൽ, നല്ല കട്ടിയുള്ള 1-ാം പാലും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് തിള വരുമ്പോഴേക്കാളും ഓഫ് ചെയ്തിട്ട് നമ്മൾ വറവ് അതിനകത്തോട്ട് ഇടുക. കടുകും ഉള്ളിയും വേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ തോന്നണുണ്ടാവും ഇതിന് ഈ ചാറിന് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നുപോയി. പക്ഷേ കുറുകലൊക്കെ ഉണ്ടാവും, ചക്കക്കുരുവൊക്കെ ഇട്ടല്ലേ വെച്ചേക്കണത്, കുറുകലുണ്ടാവും. കുറച്ച് നേരം ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് കുറുകലായിട്ട് തന്നെ വരും. തേങ്ങ അരച്ച് ചേർക്കണേലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ തേങ്ങാപ്പാലിൽ വെക്കണതാണ്. കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു തിക്നെസ്സാണ് ആ കാണിക്കുന്നത്, ചാറിൻ്റെ തിക്കാണ് ആ കാണിക്കുന്നത്. അത്യാവശ്യം ഒരു കട്ടിയിലാണ് ചാറ് ഇരിക്കുന്നത്. ഇവിടെ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. തേങ്ങ അരച്ച് വെക്കാതെ ഇങ്ങനത്തെ ഒരു രീതിക്ക് ഒന്ന് വെച്ച് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടവും. തേങ്ങാപ്പാലും അല്ലേ, നല്ല ടേസ്റ്റുമാണ്. നമ്മളെപ്പോഴും വെക്കണത് തേങ്ങ അരച്ചല്ലേ വെക്കുന്നത്, ഇത് തേങ്ങാപ്പാലിലൊന്ന് വെച്ച് നോക്ക്. ഇതിൻ്റെ ഒപ്പം ഞാനൊരു മീൻ വറുത്തത് കൊടുത്തിട്ടുണ്ട്, അച്ചാറുണ്ട്, ഇച്ചിരി തൈരുണ്ട്, പപ്പടവും ഉണ്ട്. മീൻ വറുത്തത് മാത്രം മതി, അല്ലെങ്കിൽ പപ്പടം മാത്രം മതി. മുരിങ്ങാക്കോലും ചക്കക്കുരുവും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. മാങ്ങ കണ്ടോ, മാങ്ങ അലുത്ത് പോണ മാങ്ങയായിരുന്നില്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടി തേങ്ങാപ്പാലിൽ ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ.